ഹക്ക് തആലയിലേക്ക് നീ പറന്നുയരുക, ഖുർആനിന്റെയും ഹദീസിന്റെയും ചിറകുകൾ മുഖേന. ഔന്നത്യത്തിലേക്ക് പറക്കേണ്ടത് ഒരു ചിറക് ഹദീസാവണം, ഒരു ചിറക് ഖുർആനാവണം. എന്ന് വെച്ചാൽ ഖുർആനും ഹദീസും ദീനും കൃത്യമായി പഠിച്ചിട്ട് വേണം ഉന്നതിയിലേക്ക്, ആത്മീയതയിലേക്ക് സാലിക്കായി മാറാൻ. ഇതില്ലാത്ത രീതിയിൽ ആരൊക്കെ ആത്മീയ കളി കളിക്കുന്നോ അവരെ ഇബ്ലീസ് പഴപ്പിച്ചിട്ടേ നിൽക്കൂ. പിന്നെ അറാമുകളൊക്കെ അവർക്ക് ഹലാലാവും. പിന്നെ ഹാർമോണിയം പാടലായിരിക്കും ദിക്റിന്റെ പ്രധാന സംഗതി. കൈ ഇങ്ങനെ കൊട്ടണീന്റെ മസല എന്താണ്? പരിശുദ്ധ ഇസ്ലാം സമ്മതിക്കാത്തൊരു സാധനമാണത്. അത്യാവശ്യത്തിന് സ്ത്രീകൾക്കൊക്കെ അവരുടെ ഇമാമ് മറന്നാൽ ഇങ്ങനെ കൊട്ടാൻ പറ്റും. പക്ഷെ ദിക്റേൽക്ക് മൊത്തം പിന്നെ എങ്ങനെ ആവും? കൊട്ടിപ്പാട്ടായി മാറും, വട്ടപ്പാട്ടായി മാറും. എന്തുകൊണ്ടാ? ഇൽമിലൂടെ വളരാതെ എന്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് അബദ്ധത്തിലേക്കാണ് എത്തിച്ചേരുക. ഇന്ന് കാണുന്ന ശൈഖന്മാരിലൊക്കെ നമ്മളത് വല്ലാതെ കാണുന്നുണ്ട്. നിസ്കാരം മുടക്കുന്ന കുറേ ശൈഖന്മാർ. ജീലാനി തങ്ങൾ ജീവിതത്തിൽ 91 വർഷമാണ് ജീവിച്ചത്. ആ ദീർഘമായ പീരീഡിനിടക്ക്, ഒരു നൂറ്റാണ്ടോളം നിൽക്കുന്ന ആ പീരീഡിനിടക്ക് ഒരൊറ്റ വക്ത് നിസ്കാരം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശൈഖായി അജ്മീറിലേക്ക് യാത്ര പോവുക ഒരു സംഘമായിട്ട്. ഒറ്റ വക്ത്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയിനിടയിൽ ഒരൊറ്റ വക്ത് ഫർദ് നിസ്കരിക്കാതിരിക്കുക.